Hi dears, how are you today? I hope you are enjoying my presentations. Last class we have learned about the energy function. Today we will see some problems. Okay. നമുക്ക് first problem നോക്കാം നമുക്ക്. If a force F equal to ax plus bx square acts parallel to x-axis on an object and moves it from x equal to 1 to x equal to 2. Calculate the work done. Work done എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം work is equal to F dot dr. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ എക്സ് കമ്പോണന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. Okay, the force is given in x with x component also ax plus bx square, and it moves the object from dx is 1 to 2, x equal to 1 to 2. Okay, so the work done is equal to integral 1 to 2 fx dx. fx nu പറഞ്ഞാൽ this value, you substitute this value there, fx equal to ax plus bx square dx. Then you can separate the integral as integral 1 to 2 ax dx plus integral 1 to 2 bx square dx. അപ്പോൾ നമ്മൾ എ എക്സിനെ ഇൻറ്റഗ്രേറ്റ് വിത്ത് ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കൻ റൈറ്റ് എ ഇസ് എ കോൺസ്റ്റന്റ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ എ എക്സ് സ്ക്വയർ ബൈ 2 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പ്ലസ് എക്സ് ബി കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക, എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എക്സ് ക്യൂബ് ബൈ 3 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ബി എക്സ് ക്യൂബ് ബൈ 3 അപ്പർ ലിമിറ്റ് 2 ലോവർ ലിമിറ്റ് 1. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എ ബൈ 2 കോമൺ ആക്കി എടുക്കാം. എക്സ് സ്ക്വയറിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ, ലോവർ ലിമിറ്റ് -1 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ ബി ബൈ 3 2 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് 1 ക്യൂബ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 മൈനസ് 1 എന്താവും 3 ആവുമ്പോൾ 3 ബൈ 2a പ്ലസ് ബിന്റെ കേസിൽ എന്ത് വരും 8 മൈനസ് 1 7, അപ്പോൾ പ്ലസ് 7 ബൈ 3b നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കണം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, a particle moves along half the circumference of a circle of 1 meter radius. Calculate the work done if the force at any point is inclined at 60 degree to the tangent at that point and has 5 newtons magnitude. അപ്പോൾ നമുക്ക് അറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമ്മളിവിടെ 1 point to another point a to b f dot ds ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് f cos theta ds എന്ന് എഴുതാൻ പറ്റും. അവിടെ f ds cos theta എന്ന് എഴുതാം. അപ്പോൾ ഇന്റഗ്രൽ എന്താകും, ഇന്റഗ്രൽ a to b f cos theta ds എന്ന് വരും. അപ്പോൾ തീറ്റ ഓൾറെഡി തന്നിട്ടുണ്ട് 60, കോസ് f is 5 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. കോസ് 60 എന്തായി, we can write 1/2, cos 60 is 1/2 ആണ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി എസ് 5 ഡോട്ട് 1/2 ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ ആണ്, ഹാഫ് സർക്കിൾ ആണ്. അതിന് ലെങ്ത് എന്ന് പറയുന്നത് പൈ ആർ. 5/2 പൈ ആർ, 5/2 3.14 into 1. ഫൈനലി യു വിൽ ഗെറ്റ് 7.85 joules എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം നമുക്ക്. A 1000 kg stone is pushed over a level surface. When pushed with a horizontal force of 200 newtons, its velocity remains constant. Calculate the work done in 10 meter distance if the velocity remains constant. നമ്മൾ നോക്കാം, work done is force into distance. അപ്പോൾ velocity remains constant ആണ്. അപ്പോൾ the force acting on the stone is 200 newton തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഫോഴ്സും ന്യൂട്ടൺസ് തേർഡ് ലോ ഫ്രിക്ഷണൽ ഫോഴ്സും മസ്റ്റ് ഓൾസോ ബി 200 വർക്ക് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ against the friction by the applied force is force into 200 into distance moved 10 meter അല്ലേ 10 meter അപ്പോൾ 200 into 10 2000 joules correct. Then B, the velocity increases from 0 to 2 meter per second. അപ്പോൾ acceleration ഉണ്ട്, velocity change ചെയ്യുന്നുണ്ട്. In the second case, the applied force in addition to the frictional force increases from 0 to 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? We have to apply this equation v square equal to a square plus 2as. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 4 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി u equal to 0 ആണ്, 0 to 2 ആണ്. അപ്പോൾ 4 equal to 0 plus 2as, 2 into a into s 10 meter. അപ്പോൾ അതിനെ നമുക്ക് ആക്സലറേഷൻ കാണാൻ പറ്റും. ആക്സലറേഷൻ ഈക്വൽ ടു 4/20 അതായത് 1/5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ദെൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പോൾ ദ ഫോഴ്സ് റിക്വയർഡ് ടു ആക്സലറേറ്റ് ദ ബോഡി മാസ് 1000 kg ഇൻറ്റു ആക്സലറേഷൻ 1/5. അപ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു ആക്സലറേറ്റ് ദ ബോഡി 200 ന്യൂട്ടൺ ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഇനീഷ്യലി 200 newtons is acting, then horizontal force is acting on 200 newtons, then it is the body is also accelerated. The force required to accelerate the body is 200 newtons. Total 400 newtons. This force into distance 400 newtons into 10 meter 4000 joules. The third case, if the velocity decreases from 2 to 1 meter per second, assume frictional force is constant. From again we apply the same equation v square equal to u square plus 2as. v square എന്നുള്ളത് ഫൈനൽ വെലോസിറ്റി 1 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 2 ആണ്. അപ്പോൾ 1 square equal to 2 square plus 2as. Then by rearranging this equation we can calculate the acceleration as minus 3/20 meter per second square. Therefore the retarding force mass into acceleration, mass is 1000 kg into acceleration minus 3/20 equal to minus 1/150 newtons എന്ന് കിട്ടും. So therefore the total force initially 200 newton is acting, then for the retarding force is minus 150. So the total force is 200 minus 150 is 50 newtons. Therefore the work done is equal to this new force into distance 50 into 10, that is 500 joules. Okay, ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. If a force F equal to 2xy plus z square into I, ഇത് വെക്ടർ ഫോമിലാണ്, plus x square j plus 2xzk, then show that it is conservative. Conservative force ആകുമ്പോൾ divergent of curl is 0 അങ്ങനെ നമുക്ക് പറയാം. നമുക്ക് അല്ലെങ്കിൽ കേൾ ഓഫ് ഫോഴ്സ് ഈസ് 0 ആണെങ്കിൽ നമുക്ക് ആ ഫോഴ്സ് 0 ആണ്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ calculate the amount of work done by this force in moving particle from 0, 1 to 2 to 5 to 7. നമുക്ക് നോക്കാവുന്ന കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡെൽ ക്രോസ് എഫ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും മെട്രിക്സ് ഫോമിൽ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. Then fx, fy, fz. fx is 2xy plus z square. fy is x square. fz 2xz. നമുക്ക് എന്ത് ചെയ്യാം, ഇത് മെട്രിക്സ് ഓപ്പറേഷൻ നടത്താൻ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന ഓപ്പറേഷൻ കേട്ടോ. അപ്പോൾ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു 2xz മൈനസ് ഡോ ബൈ ഡോ ഇസഡ് എക്സ് സ്ക്വയർ പ്ലസ് ജെ ഇൻറ്റു
dou by dou z 2xy plus z square minus dou by dou x 2xz plus k into ഈ കോളം ഈ റോ നമ്മൾ ഒഴിവാക്കി dou by dou x into x square minus dou by dou y into 2xy plus z square എന്ന് ചെയ്യാം നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, i into ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, ഇതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 0 ആയി. ഇവിടെ നമുക്ക് z ആണ്, അപ്പോൾ 2z, ഇത് 0 ആയിപ്പോൾ ഇത് 2z ആവും. ഇതെന്താകും, വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2z ആവും. അപ്പോൾ 2z മൈനസ് 2z 0 ആയി. ഈ കേസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ഇത് 2x എന്ന് വരും, ഇത് 0 വരും. dou by dou y z square 0. അപ്പോൾ ഫൈനലി the curl F is equal to 0. That means the force F is conservative force. Then for finding the work done, we integrate a to b and take dot product F dot dr. So F, we know that Fx, Fy, Fez. Okay, then dr, dx, dy, dz. So we can write integral a to b fx dx plus fy dy plus fez dz. For fx നമ്മൾ xy 2xy plus z square plus x square dy plus 2xz dz എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. 2xy dx plus x square dy then z square dx plus 2xz dz നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ ചുരുക്കിയിട്ട് d of x square y എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ 2xy x square dy എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതുപോലെ ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് d of z square x എന്ന് എഴുതാം. അതായത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, z square dx plus 2zx dz എന്ന് എഴുതാം. 2z dz x നമുക്ക് എഴുതാൻ പറ്റും. നമുക്കതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ a to b d of x square y plus z square x എന്ന് എഴുതാം. ഓക്കെ, നമുക്കതിനെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് x square y plus z square x എന്ന് എഴുതാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് d of x square y plus z square x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x square y plus z square x ആണ്. അപ്പോൾ upper limit to lower limit the particle is moving from 0, 1 to 2 to 5 to 7. നമ്മൾ x ഉം y ഉം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് നമുക്ക് 5 സ്ക്വയർ 5 into 5, അതുപോലെ y into 2 plus z square 7 into 7 x 5 minus x 0, അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. then ഇവിടെ x 0, അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ ഫൈനലി we can write 50 plus 245. Finally we will get 295 units. Okay, thank you.